കേരളത്തിൽ LDF ഭരണ തുടർച്ച നേടില്ലെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആചാര്യനായ ടൈംസ് നെറ്റ്വർക്കിൻ്റെ CEO ആയിരുന്ന MK ആനന്ദിൻ്റെ ലേഖനം ശ്രദ്ധേയമാകുന്നു. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുള്ള MK ആനന്ദിൻ്റെ ലേഖനം ന്യൂസ് 80 വെബ്സൈറ്റിലും മാതൃഭൂമി വെബ്സൈറ്റിൻ്റെ ഇംഗ്ലീഷ് എഡിഷനിലും മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിഷനിൽ മലയാള പരിഭാഷയായും വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഇലക്ഷൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ കൂടിയാണ് MK ആനന്ദ്. MK ആനന്ദ് പറയുന്നു, കേരളത്തിൽ പിണറായി സർക്കാർ തുടരും. കേരളത്തിൽ പിണറായി സർക്കാർ 72 മുതൽ 78 വരെ സീറ്റ് നേടി തുടരും. UDFന് 60 മുതൽ 66 വരെ സീറ്റ് ലഭിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ എക്സിറ്റ് പോൾ ഫലം. വോട്ട് വിഹിതം അതേപടി വോട്ടായി മാറില്ലെന്ന് അദ്ദേഹം പറയുന്നു. വടക്കൻ കേരളത്തിൽ UDFന് ആധിപത്യം ഉണ്ടായാൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും LDFന് ആധിപത്യം ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ ശ്രദ്ധേയമായി മാറുകയാണ്. എക്സിറ്റ് പോളിൽ അഭിരമിച്ചിരുന്ന കോൺഗ്രസ്സുകാർക്ക് വലിയ തിരിച്ചടി ലഭിക്കുന്നു എന്നുള്ള വീഡിയോകൾ ഞങ്ങൾ പുറത്ത് വിട്ടിരുന്നു. MK ആനന്ദ് നിസ്സാരക്കാരനല്ല. ഇലക്ഷൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലേഖനമാണ് ന്യൂസ് 80 വെബ്സൈറ്റിലും മാതൃഭൂമി ഇംഗ്ലീഷ് എഡിഷൻ്റെ വെബ്സൈറ്റിലെ ഇംഗ്ലീഷ് എഡിഷനിലും വന്നിരിക്കുന്നത്. മാതൃഭൂമി പത്രത്തിൽ അതിൻ്റെ പരിഭാഷ വന്നിട്ടുണ്ട്. എന്തായാലും MK ആനന്ദിൻ്റെ വിശകലന പ്രകാരം LDF തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. എക്സിറ്റ് പോളുകൾക്ക് ശേഷം വന്ന വിശകലനം ആണിത്. അദ്ദേഹം ഒരുപാട് ഏജൻസികളുമായി ബന്ധപ്പെട്ട്, ടൈംസ് നെറ്റ്വർക്കിൻ്റെ CEO ആയിരുന്നു അദ്ദേഹം, ഒരുപാട് ഏജൻസികളുമായി ബന്ധപ്പെട്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മുഴുകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത്. അദ്ദേഹം ഇലക്ഷൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ കൂടിയാണ്. വിവിധ ചാനലുകൾക്ക് വേണ്ടി ഇലക്ഷൻ അനാലിസിസ് നടത്തുന്ന പ്രമുഖനാണ്. അതുകൊണ്ട് തന്നെ MK ആനന്ദിൻ്റെ പ്രവചനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം CP റാഷിദിൻ്റെ നിരീക്ഷണം പോലെ തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം കൃത്യമായ നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്ന് ആ ലേഖനത്തിൽ നിന്ന് വ്യക്തമാകും. ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നത്, വടക്കൻ കേരളത്തിൽ UDF മുന്നേറ്റം ഉണ്ടാക്കിയാലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും LDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ്. വടക്കൻ കേരളത്തിൽ UDFന് മുന്നേറ്റമുണ്ടായാലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും UDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മധ്യ കേരളവും തെക്കൻ കേരളവും LDFനോടൊപ്പം നിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന ശേഷമുള്ള ആദ്യത്തെ രാഷ്ട്രീയ വിശകലനമാണിത്. ഇത് ന്യൂസ് 80 ചാനൽ തന്നെ പബ്ലിഷ് ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയവും കൂടിയാണ്. ന്യൂസ് 80 ചാനൽ UDF അധികാരത്തിൽ വരുമെന്ന് പ്രവചനം നടത്തിയ ചാനലാണ്. ന്യൂസ് 80 ചാനൽ തങ്ങളുടെ വെബ്സൈറ്റിൽ MK ആനന്ദിൻ്റെ ലേഖനം അവരുടെ വെബ്സൈറ്റിൽ ഇംഗ്ലീഷിൽ MK ആനന്ദിൻ്റെ ലേഖനം പ്രസിദ്ധീകരിക്കേണ്ട ഗതികേട് ഉണ്ടായി. അത് മാതൃഭൂമി പബ്ലിഷ് ചെയ്തു. എന്തായാലും ആര് അധികാരത്തിൽ വരും എന്നതിന് ഇനി ഒരു ദിവസം മാത്രം ബാക്കി.
പൊളിറ്റിക്സ് കേരള പറഞ്ഞതൊക്കെ നിരർത്ഥകമാണെന്ന് പറയുന്ന പൊളിറ്റിക്സ് കേരള എക്സിറ്റ് പോൾ ഞങ്ങൾക്ക് ഗണിതശാസ്ത്രപരമായി തെറ്റുപറ്റി. അതിന് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് മാപ്പ് ചോദിക്കുന്നു. 2020 ആണ് കേരളത്തിൽ എം കെ ആനന്ദിൻ്റെ പ്രവചന പ്രകാരം 72 മുതൽ 78 സീറ്റ് വരെ LDF, 60 മുതൽ 66 സീറ്റ് വരെ UDF. NDAയുടെ സീറ്റുകളെ പറ്റി നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം NDAയുടെ സീറ്റുകൾ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്.